ഭാരതി രാജ വിടവാങ്ങുകയാണ്. തമിഴ് സിനിമയുടെ ആത്മാവായി നിലകൊണ്ട വിഖ്യാത സംവിധായകൻ ഈ ലോകത്തോട് വിട പറയുമ്പോൾ ഇന്ത്യൻ ചലച്ചിത്ര ലോകത്തിനുണ്ടാകുന്ന നഷ്ടം ചെറുതല്ല. മനുഷ്യഹൃദയങ്ങളെ സ്പർശിച്ച ഒട്ടനവധി സിനിമകൾ നമുക്ക് സമ്മാനമായി നൽകിക്കൊണ്ടാണ് 84-ാം വയസ്സിൽ ഭാരതി രാജ യാത്രയാകുന്നത്. സ്റ്റുഡിയോ മതിലുകൾക്കുള്ളിൽ നിലകൊണ്ട കഥകളെ ഗ്രാമങ്ങളിലെ ചെമ്മൺ പാതകളിലേക്കും മണ്ണിന്റെ മണം നിറയുന്ന പന്താവുകളിലേക്കും കൈപിടിച്ചു നടത്തിച്ചു എന്ന് ആർക്കാണ് അറിയാത്തത്. പാർശ്വവൽക്കരിക്കപ്പെട്ട മനുഷ്യജന്മങ്ങളെ മറയില്ലാതെ സ്നേഹിച്ചും നെഞ്ചോട് ചേർത്തും കഥകളുടെ നിത്യതയിലേക്ക് ആവാഹിച്ച ചലച്ചിത്രകാരൻ ഇഹലോകവാസം വെടിയുമ്പോൾ കണ്ണുനീര് കൊണ്ട് അഞ്ജലി അർപ്പിക്കാനും നമുക്ക് മുന്നിൽ അദ്ദേഹം തുറന്നുവെച്ച ഒട്ടനവധി ജീവിതഗന്ധികളായ കഥകൾക്ക് നന്ദി രേഖപ്പെടുത്താനും മാത്രമേ നമുക്ക് കഴിയുന്നുള്ളൂ. ഇതിഹാസ തുല്യമായ ഒരു കാലഘട്ടത്തിന് അറുതിയായിരിക്കുകയാണ്. ഇങ്ങനെ ഒരാൾ ഇനി ഉണ്ടാകുമോ എന്നും സംശയമാണ്. 1977 പുറത്തിറങ്ങിയ 16 വയതരിലെ എന്ന സിനിമയുടെ സംവിധായകനായി അരങ്ങേറ്റം കുറിക്കുമ്പോൾ അതൊരു ചിത്രത്തിന്റെ ജനനം മാത്രമല്ലായിരുന്നു, ഒരു പുതിയ ചരിത്രത്തിനു കൂടി ഉദയമാവുകയായിരുന്നു. പിന്നീട് കിഴക്കേ പോകും റെയിൽ, പുതിയ വാർപ്പുകൾ, അലൈകൾ ഒയ്വതില്ലേ, മണ്ണുവാസനയിൽ തുടങ്ങിയ ചിത്രങ്ങൾ ഗ്രാമജീവിതത്തിന്റെ കാവ്യാത്മക ചിത്രീകരണങ്ങളാകുന്നത് നാം മനം നിറയെ കണ്ടു, ആസ്വദിച്ചു, നെഞ്ചോട് ചേർത്തു. ഗ്രാമജീവിതങ്ങളും മണ്ണിന്റെ വാസനയുമൊക്കെ ഭാരതി രാജയുടെ പശ്ചാത്തലങ്ങളായിരുന്നു. മഴത്തുള്ളി കിലുക്കങ്ങളും മണ്ണിന്റെ മണവും വയലേലകൾ തഴുകി മനുഷ്യ മനസ്സുകളിലേക്ക് കുളിരായെത്തിയ കാറ്റും സാന്ധ്യരാഗവുമെല്ലാം ഭാരതി രാജ കഥകളുടെ ഹൃദയമിടിപ്പായിരുന്നു. പ്രകൃതിയെയും മനുഷ്യനെയും ഒരേ താളത്തിൽ ചേർത്തിണക്കിയ ആ ദൃശ്യഭാഷ തമിഴ് സിനിമയുടെ സൗന്ദര്യശാസ്ത്രത്തെ തന്നെ മാറ്റിമറിക്കുകയായിരുന്നു. തന്റെ സിനിമകളുടെ സംഗീതം ഇളയരാജയുടെ മനസ്സിന്റെ ഈണങ്ങളാകണമെന്ന് നിർബന്ധം പിടിച്ച ഭാരതി രാജ തന്റെ കഥാപാത്രങ്ങൾ പാട്ടുപാടുമ്പോൾ അവർ പറയുന്ന കഥകളുടെ ആത്മാവായി ആ സംഗീതത്തെ അണിയിച്ചൊരുക്കി. ഇളയരാജയുടെ പശ്ചാത്തല സംഗീതവും ഭാരതി രാജയുടെ കഥാപാത്രങ്ങളുടെ നിശബ്ദതയ്ക്ക് പോലും ശബ്ദമായി. ഇന്നും ആ ഗാനങ്ങൾ കേൾക്കുമ്പോൾ ഗ്രാമത്തിന്റെ ഇളം തെന്നൽ മനസ്സിലൂടെ വീശുന്നത് പോലെ തോന്നിപ്പിക്കാറുമുണ്ട്. സാധാരണക്കാരുടെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെയും ജീവിതമാണ് ഭാരതി രാജ കഥകളുടെ അടിത്തറ. ജാതിയും മതവും സമൂഹത്തിന്റെ കാലുകളിൽ കെട്ടിയ ചങ്ങലകളും തുറന്നു കാട്ടിയ അദ്ദേഹത്തിന്റെ കഥകൾ പ്രേക്ഷകരെ ചിന്തിപ്പിക്കുകയും ചോദ്യങ്ങൾ ഉന്നയിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്തു. പ്രണയഭാവങ്ങൾ ഇത്രമേൽ സ്വാധീനിച്ച മറ്റൊരു ചലച്ചിത്രകാരനുണ്ടോ എന്നും സംശയമാണ്. സമൂഹത്തിന്റെ കടുംപിടുത്തങ്ങളിൽ കുടുങ്ങിയ എന്നാൽ ഹൃദയത്തിന്റെ ആഴങ്ങളിൽ വിരിഞ്ഞ വികാരമായിരുന്നു ഭാരതി രാജയുടെ സിനിമകളിലെ പ്രണയം. ഓരോ കഥയിലും പ്രണയം പുതിയ രൂപങ്ങൾ കൈക്കൊള്ളുന്നത് അദ്ദേഹത്തിന്റെ ഓരോ സിനിമയിലും നാം കണ്ടതാണ്. പ്രണയത്തിന്റെ സൗന്ദര്യവും വേദനയും പ്രേക്ഷകരെ ആർദ്രതയുള്ളവരാക്കി എന്നതും സത്യം. എത്രയെത്ര സിനിമകൾ ഭാരതി രാജയുടെ കയ്യൊപ്പ് ചാർത്തപ്പെട്ടു പുറത്തു വന്നിരിക്കുന്നു. ഓരോന്നും ഒന്നിനൊന്നിനു മെച്ചം. മുതൽ മര്യാദയെ പോലെ ഒരു സിനിമ സങ്കല്പിക്കാൻ പോകുന്ന ചങ്കുറ്റം കാട്ടിയ സംവിധായകനാണ് ഭാരതി രാജ. സമാനമാണ് മറ്റെല്ലാ സിനിമകളും നേരിട്ടിരുന്ന വെല്ലുവിളികൾ. അവയെല്ലാം എത്ര സുന്ദരമായി തന്മയത്വത്തോടെ വെള്ളിത്തിരയിൽ എത്തിച്ചു അദ്ദേഹം എന്നോർക്കുമ്പോൾ തന്നെ എന്തുകൊണ്ട് ഭാരതി രാജ ഇത്രയധികം വിഖ്യാതനാകുന്നു എന്ന് മനസ്സിലാകും. ജീവിത സായാഹ്നത്തിൽ അദ്ദേഹം ചില സിനിമകളിൽ പ്രത്യക്ഷപ്പെട്ടു. മോഹൻലാലുമൊത്ത് മലയാളത്തിൽ സൂപ്പർ ഹിറ്റായ തുടരും എന്ന ചിത്രം ഉൾപ്പെടെ. അഭിനേതാവെന്ന നിലയ്ക്കപ്പുറം ഭാരതി രാജ എന്ന സംവിധായകനെ നെഞ്ചേറ്റുന്നവരാണ് നാം എല്ലാവരും. പുതിയ തലമുറ കൂടി കണ്ടിരിക്കേണ്ട എത്രയെത്ര സിനിമകളാണ് അദ്ദേഹത്തിൻ്റെതായി പുറത്തു വന്നിട്ടുള്ളത്. ഭാരതി രാജ എന്ന ചലച്ചിത്രകാരൻ സൃഷ്ടിച്ച ലോകം ഇന്നും ഓരോ ഗ്രാമത്തിലും ഓരോ ഗാനത്തിലും ഓരോ കഥയിലും ജീവസുറ്റു നിൽക്കുന്നു. എന്നുമെന്നും അദ്ദേഹത്തിന് സ്മാരകമായി. ഭാരതി രാജ നമ്മെ വിട്ടുപോയിട്ടില്ല എന്ന് അദ്ദേഹം നമ്മോട് പറഞ്ഞ കഥകൾ നമ്മെ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു.